അസ്സലാമു അലൈക്കും. സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും പെരുന്നാൾ? നല്ലൊരു അടിപൊളി പെരുന്നാൾ നമുക്ക് കഴിഞ്ഞു പോയി അല്ലേ. ഇന്നലെ പെരുന്നാളിന് ഹനീത്താൻ മന്തിയാണ് ഉണ്ടാക്കിയെടുത്തത്. നല്ലൊരു അടിപൊളി ചോറന്നെയാണ് കഴിക്കാൻ. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിലേക്ക് ആദ്യമായിട്ട് തന്നെ ഞാൻ കുറച്ച് മസാല ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. മന്തിയിലേക്കുള്ള മസാല ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 6-7 ഏലക്കായ, കുറച്ച് പൂവ്, പിന്നെ 2 സ്പൂൺ ജീരകം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ വറുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലി മുഴുവനായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് മല്ലിപ്പൊടിയും കൂട്ടാം. എൻ്റെ കയ്യിൽ മല്ലി ഉണ്ടായത് കാരണം ഞാൻ മുഴുവനായിട്ടുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ല പൊടിച്ച് നമുക്കൊരു ബൗളിലേക്ക് ഈ പൊടി മാറ്റി കൊടുക്കാം. മസാല തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ 2 കിലോ ചിക്കന് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം വാരാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മളൊരു ഫോർക്ക് കൊണ്ടോ കത്തിയുടെ ചുണ്ട് കൊണ്ടോ ഒന്ന് ഡോട്ട് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 4 പാക്കറ്റ് ചിക്കൻ മാഗിയുടെ ക്യൂബാണ് കേട്ടോ. കാരണം നമുക്ക് ചിക്കൻ അധികം ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര അധികം പാക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഇതൊന്ന് കൈ വെച്ചൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കാരണം ഇത്ര അധികം മാഗി ക്യൂബ് ഇടുമ്പോൾ അതിൽ ഉപ്പുണ്ടാവുമല്ലോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കൈവച്ച് നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാസം കണ്ട സമയത്ത് തന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ, കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി മസാല തേച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതിന് വേണ്ടി ഞാൻ രാത്രി തന്നെ ഇതുപോലെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ തിരുമ്പി ഇതിലൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ എന്താ, പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. രാവിലെ നമ്മളുടെ എല്ലാ പ്രാഥമിക കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിൽ വന്നു. അതിന് മുമ്പ് തന്നെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കന്. ഇനി നമുക്കൊരു ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ച് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചിക്കൻ വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ പെരുന്നാൾ? എന്താണ് ഉണ്ടാക്കിയതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഇതിൽ ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ ചിക്കൻ കിടന്ന് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരി തയ്യാറാക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ. അതൊന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഈ തക്കാളി സോസ് ഉണ്ടാക്കാനായി 2 തക്കാളിയും 1 സബോളയും പിന്നെ 4 പച്ചമുളക്, 4 വെളുത്തുള്ളി, 1 പിടി മല്ലിയില, പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി അരച്ചതിന് ശേഷം നമുക്ക് സോസ് തയ്യാറാക്കാം. ഇപ്പോൾ ഈ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകളെല്ലാം ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേ പോട്ടിൽ തന്നെ ചിക്കനൊക്കെ വാങ്ങിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സ്പൈസസ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ നല്ല ജീരകം കൂടി ഇടണം കേട്ടോ. ഇനി അതിലേക്ക് 3 സബോള, 1.5 ക്യാപ്സിക്കത്തിൻ്റെ പീസ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ തക്കാളി 3 എടുത്തിട്ടുണ്ട്, കാരണം അത്യാവശ്യം ഇറച്ചിയും അരിയൊക്കെ ഉണ്ടല്ലോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്തൊന്നും ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചോറ് വെക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കാം. ഇത് അടച്ച് കൊടുത്താണല്ലോ നമ്മൾ കുക്ക് ചെയ്യണത്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കണം. ചിക്കനൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ അതിലൊരുപാട് ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അതിൻ്റെ വീഡിയോ ഓഫായി പോയതാണ്. ഈ ഗ്രേവി നമ്മൾ മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് ചോറ് വെക്കേണ്ടത് ആ ഗ്രേവിയിലാണല്ലോ. അപ്പോൾ നല്ലതുപോലെ ഇപ്പോൾ മസാല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ഗ്രേവിയാണ് ആദ്യം അളന്നൊഴിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള തോതിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഏറ്റവും ചെറിയ സിമ്മിലിട്ട് വേണം നമുക്ക് ചോറ് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല പാകത്തിനുള്ള വേവായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ലെമൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ചിലർ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സെഫ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു, അയാൾ ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ച് മന്തിയല്ല, അപ്പോൾ ഒരു ലെമൺ കിടക്കട്ടെ എന്ന്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് അടച്ച് വെച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് ചോറ് കുക്ക് ചെയ്തെടുക്കാം. ചോറ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ പീസുകളല്ല ചിക്കന്, കാരണം ചിക്കൻ കൊടുന്നപ്പോൾ ഇതേപോലെ മുറിച്ചിട്ടാണ്, അതുകൊണ്ട് ചെറിയ പീസുകളാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം കുറച്ച് എരിവ് കുറവുള്ളതുപോലെ തോന്നി. അപ്പോൾ അതാ നല്ലതുപോലെ നല്ല കളറിൽ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ല കറക്റ്റ് വേവായിട്ട് നമ്മൾ ചോറ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് മുകളിലായി വെച്ച് കൊടുത്ത് നമുക്ക് 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഫ്ലെയിം സിമ്മിലിട്ടൊന്ന് കത്തിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്കുള്ള മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1.5 പാക്കറ്റ് പാലും പിന്നെ അതിൽ ഞാൻ എല്ലാം ചേർത്ത കൂട്ടത്തിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി കൂട്ടിയിട്ടുള്ള മയോണൈസ് ആയിരുന്നു. നല്ലൊരു അടിപൊളി മയോണൈസും അതുപോലെ തന്നെ തക്കാളി ചട്നിയും. പിന്നെ നമ്മുടെ മന്തി ആണെങ്കിൽ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ ബീഫ് ഫ്രൈയുമാണ്. പിന്നെ ഞാനിതിലേക്ക് ഉണ്ടാക്കിയിരുന്നത് ഒരു ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇനി നാളെ ഇടാം. അപ്പോൾ പ്രാവശ്യത്തെ പെരുന്നാൾ നല്ലൊരു അടിപൊളി പെരുന്നാൾ തന്നെയായിരുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.